കുടുംബം നൽകിയ കേസിൽ നിന്ന് മനാഫിനെ ഒഴിവാക്കിയേക്കും. കുടുംബം നൽകിയ മൊഴിയിൽ മനാഫിന്റെ പേരില്ല. ഇതോടെയാണ് പ്രതിപട്ടികയിൽ നിന്നും മനാഫിനെ ഒഴിവാക്കാനുള്ള നീക്കം. മനാഫിന്റെ വീഡിയോയുടെ താഴെ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം നടക്കുന്നു എന്നായിരുന്നു പരാതി. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് മനാഫിന്റെ പേര് എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ വിശദീകരണം. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അനീഷ്, ഇത് നമ്മൾ ഈ സമൂഹ മാധ്യമങ്ങളടക്കം വലിയ വിമർശനമേൽക്കേണ്ടി വന്നൊരു സംഭവമാണ്. പ്രത്യേകിച്ചും പോലീസിനെ സംബന്ധിച്ച് മനാഫിനെതിരെ കേസെടുത്ത വിഷയം. ഇപ്പോൾ ഈ പോലീസ് ഒഴിവാക്കാനുള്ള നീക്കം എന്താണ്? ഏത് രീതിയിലാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം എന്താണ് അനീഷ്? കഴിഞ്ഞ ദിവസമാണ് ഈ മനാഫിന്റെ കുടുംബം നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട് സൈബർ ആക്രമണത്തിൽ അർജുന്റെ കുടുംബം നൽകിയ പരാതിയിൽ മനാഫിനെ കൂടി ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത്. പിന്നീട് അത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനമൊക്കെ പോലീസിന് ഉൾപ്പെടെ ഏൽക്കേണ്ടി വന്ന സാഹചര്യം പോലും ഉണ്ടായി. ഇപ്പോൾ പോലീസ് നൽകുന്ന വിശദീകരണം, ഇത് പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് മനാഫിന്റെ പേര് എഫ്ഐആറിൽ ഉൾപ്പെടുത്തതെന്നാണ് പോലീസ് പറയുന്നത്. അനീഷ് കുമാറിലേക്ക്. അനീഷ്, ഈ മനാഫിന്റെ പേര് ഈ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കാനുള്ള നീക്കമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സൈബർ ആക്രമണത്തിൽ ഈ പോലീസിന്റെ നീക്കം എങ്ങനെയാണ്? ഈ മനാഫിനെ സാക്ഷിയാക്കുക, കൂടുതൽ ഈ സൈബർ ആക്രമണം നടത്തിയ പ്രൊഫൈലുകൾക്കെതിരെ നടപടിയെടുക്കുക, അത്തരം നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടോ? ടോം, നേരത്തെ ശിരൂരിലെ ദൗത്യം പുരോഗമിക്കുന്ന സമയത്തും തന്നെ യൂട്യൂബ് ചാനലുകൾ വഴിയും സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴിയും തങ്ങൾക്ക് നേരെ സൈബർ ആക്രമണം ഉണ്ടാവുന്നതായി കുടുംബം പരാതിപ്പെട്ടിരുന്നു. ഇതിനുശേഷമാണ് മൃതദേഹം കണ്ടെത്തുകയും നാട്ടിലെത്തുകയും സംസ്കരിക്കുകയും ചെയ്തത്. തൊട്ടു പിന്നാലെ മനാഫിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി ഈശ്വർ മാൽപ്പ അടക്കമുള്ളവർക്കെതിരെയും ആരോപണങ്ങളുമായി കുടുംബം രംഗത്ത് വരികയും അവർ വീട്ടിൽ തന്നെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെയാണ് കുടുംബത്തിനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം ആരംഭിച്ചത്. കാരണം മനാഫ് അടക്കമുള്ള ആളുകൾ സജീവമായി ഈ രക്ഷാപ്രവർത്തനത്തിൽ അല്ലെങ്കിൽ തെരച്ചിലിൽ ഇടപെടുകയും അവർക്കൊക്കെ വലിയ അംഗീകാരം പലയിടങ്ങളിൽ നിന്നായി ലഭിക്കുകയും ചെയ്തിരുന്നു. ഈശ്വർ മാൽപ്പയും ഒരുപാട് ആളുകൾ വാഴ്ത്തുന്നതും നമ്മൾ കണ്ടു. ഇരുവരും ഈ സംസ്കാരം നടക്കുന്ന ദിവസവും ഈ വീട്ടിലെത്തിയിരുന്നു, അർജുന്റെ വീട്ടിൽ. അന്നും ആളുകൾ അവരോടൊപ്പം അവർക്കൊക്കെ വലിയ സ്നേഹം പ്രകടിപ്പിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. എന്നാൽ ഇതിന് വിരുദ്ധമായാണ് കുടുംബത്തിന്റെ ഒരു നിലപാട് എന്ന് ആരോപിച്ചാണ് കുടുംബത്തിനെതിരെ ഈ സൈബർ ആക്രമണം രൂക്ഷമായി നടക്കുന്നത്. അതിൽ പ്രധാനമായും ഈ അർജുന്റെ സഹോദരിക്കും ഭാര്യയ്ക്കുമൊക്കെ എതിരെ വളരെ മോശമായ പരാമർശങ്ങൾ സൈബർ ഇടങ്ങളിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടക്കുകയാണ്. ഈ ഭാര്യ ജോലി വാങ്ങിയപ്പോൾ അർജുന്റെ മൃതദേഹം പോലും കണ്ടെടുത്തില്ല എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ തന്നെയാണ് ഇത്തരം അധിക്ഷേപങ്ങൾ നടക്കുന്നത്. ഈ അധിക്ഷേപങ്ങൾ പരിധി വിടുന്ന സാഹചര്യത്തിലാണ് കുടുംബം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. ഈ കുടുംബം നൽകിയ പരാതിയിലും ഈ മനാഫിന്റെ യൂട്യൂബ് പേജിൽ അതിന് താഴെ വരുന്ന കമന്റുകൾ അധിക്ഷേപകരമായ കമന്റുകളാണ്, വളരെ മോശമായ രീതിയിലുള്ള കമന്റുകളാണ്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള കമന്റുകളും ഒപ്പം മതവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധത വരുത്താനുള്ള തരത്തിലുള്ള കമന്റുകളുമുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് മനാഫിനെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കുകയും ഈ കണ്ടാലറിയാവുന്ന സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലെ ആളുകൾ മറ്റു പ്രതികളുമായി കേസ് രജിസ്റ്റർ ചെയ്ത് അതിനുശേഷം പോലീസ് അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഈ മനാഫിന്റെ യൂട്യൂബ് പേജ് അല്ലെങ്കിൽ സമൂഹമാധ്യമ അക്കൗണ്ടുകളും വളരെ വിശദമായി പരിശോധിക്കും. ഈ പരിശോധനയ്ക്ക് ശേഷമാവും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക എന്നതായിരുന്നു. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് മനാഫിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളും യൂട്യൂബ് പേജും പരിശോധിച്ചു. ഈ യൂട്യൂബ് പേജിലൊന്നും ഈ കുടുംബത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നു അല്ലെങ്കിൽ മറ്റ് അർജുനുമായി ബന്ധപ്പെട്ട അധിക്ഷേപ പരാമർശങ്ങളോ ഒന്നുമില്ല. മതങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ പര്യാപ്തമായ അല്ലെങ്കിൽ വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കാൻ പര്യാപ്തമായ കാര്യങ്ങളും ഈ പേജിലെ വീഡിയോകളില്ല. മറിച്ച് ഈ വീഡിയോകൾക്ക് താഴെ കമന്റായി വരുന്ന പല കമന്റുകളും പല ഐഡികളിൽ നിന്നും വരുന്ന കമന്റുകളും അങ്ങേയറ്റം
തീർച്ചയായിട്ടും അധിക്ഷേപാർഹമാണ്. ഒപ്പം ഈ വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കുന്നതിനായി ലക്ഷ്യം വെച്ചുള്ളതാണ് എന്നും പോലീസിന് മനസ്സിലായിട്ടുണ്ട്. ഒപ്പം ഈ നിരവധി യൂട്യൂബ് പേജുകളും ഇത്തരത്തിൽ വർഗീയത പരത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ അർജുന്റെ കുടുംബത്തെ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന തരത്തിലൊക്കെ വീഡിയോകൾ പ്രചരിപ്പിച്ചു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ 6 യൂട്യൂബ് ചാനലുകൾക്ക് അല്ലെ 6 യൂട്യൂബ് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതിനകം നടപടി എടുക്കാൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഒപ്പം ഈ യൂട്യൂബ് പേജുകളുമായി ബന്ധപ്പെട്ട അങ്ങനെയാണെങ്കിൽ അനീഷ്, നമ്മൾ ഈ സമൂഹ മാധ്യമങ്ങൾ നിരീക്ഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുടുംബത്തിനെതിരെ സൈബർ ആക്രമണമുണ്ട്. മറുവശത്ത് മനാഫിനെ ആ ഒരു വർഗീയവാദിയായി ചിത്രീകരിക്കാനുള്ള ശ്രമവും മറുവശത്തിന്റെ ഭാഗത്തുനിന്ന് മറ്റൊരു വിഭാഗം ആളുകളുടെ ഭാഗത്തു നിന്ന് ശ്രമം നടക്കുന്നുണ്ട്. അത് ഈ മനാഫിന്റെ കുടുംബമോ അതല്ലെങ്കിൽ അർജുന്റെ കുടുംബമോ ഒന്നും അറിയാത്ത കാര്യമാണ്. അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് തന്നെ നമുക്ക് വ്യക്തമായ കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഈ വിഷയത്തിൽ ഈ മനാഫിനെ വർഗീയവാദിയായി ചിത്രീകരിക്കാനുള്ള നീക്കം കൂടി നടക്കുന്നു. ആ വിഷയത്തിലും പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകേണ്ടതല്ലേ? തീർച്ചയായും അങ്ങനെ ഉണ്ടാവുമെന്നാണ് കരുതുന്നത്. കാരണം ഈ വിഷയത്തെ ഒരു വർഗീയ ചായവുള്ള വിഷയമായി മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ ബോധപൂർവം ചില കേന്ദ്രങ്ങളിൽ നടക്കുന്നുവെന്ന് നമുക്ക് കരുതേണ്ടി വരും. കാരണം ഈ റെസ്ക്യൂ നടന്നപ്പോൾ അല്ലെങ്കിൽ ഇത്തരം ഒരു രക്ഷാപ്രവർത്തനം നടത്തി ഏറ്റവും ഒടുവിൽ ജീവനോടെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അർജുന്റെ മൃതദേഹം കണ്ടെടുക്കാൻ പറ്റിയത് തന്നെ വലിയൊരു ആശ്വാസം പകരുന്ന നടപടിക്രമമായിരുന്നു. ഈ ആക്ഷനിൽ, ഈ ദൗത്യത്തിൽ മതഭിന്നതകൾക്കപ്പുറം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ചേരിതിരിവുകൾക്കപ്പുറം ദേശങ്ങൾ തമ്മിലുള്ള കർണാടകമായാലും കേരളമായാലും അങ്ങനെ യാതൊരു വേർതിരിവുമില്ലാതെ എല്ലാവരും ഒത്തുചേർന്ന് നിന്ന ഒരു ദൗത്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ മിഷൻ ഒരുപാട് വാഴ്ത്തപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് നൂറുകണക്കിന് ആളുകൾ അർജുനെ ഒരു നോക്ക് കാണാനായി അവസാനമായി അദ്ദേഹത്തിന്റെ കണ്ണടിക്കലെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത്. ഈ മനാഫ് ഒരു ഇതര മതസ്ഥനാണെങ്കിലും 62 ദിവസത്തോളം തന്റെ തൊഴിലാളിക്ക് വേണ്ടി ആ കനത്ത മഴയിൽ, ചൂടില്, തണുപ്പിലൊക്കെ അവിടെ ഒരു സാധാരണ ഹോട്ടൽ മുറിയിൽ കിടന്നുറങ്ങുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ തൻ്റെ ജീവൻ പോലും വകവയ്ക്കാതെ ആഴങ്ങളിലേക്ക് ഇറങ്ങി 8 നോട്ടിക്കൽ മൈൽ 8 നോട്ട്സ് വരെ വേഗതയിൽ വെള്ളം കുത്തി ഒഴുകുമ്പോൾ അതിനുള്ളിലേക്ക് തൻ്റെ ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് ആഴങ്ങളിലേക്ക് ഇറങ്ങി ഈശ്വരൻ മാൽപ്പെ. അങ്ങനെ ഒരുപാട് പേര്, പല വിഭാഗത്തിലുള്ള, പല ദേശത്തുള്ള, പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഈ ദൗത്യത്തെ വിജയിപ്പിച്ചതെന്ന് തന്നെയാണ് എല്ലാവരും ഒന്നടങ്കം ഈ ആദ്യ ഘട്ടത്തിൽ അല്ലെങ്കിൽ 2ാം ഘട്ടത്തിൽ ഒടുവിൽ ഭൗതിക ശരീരം ലഭിച്ചപ്പോഴൊക്കെ പറഞ്ഞത്. പിന്നീടാണ് ചില ആശയക്കുഴപ്പങ്ങളുടെ പേരിൽ ഈ കുടുംബവും മനാഫുമായി തെറ്റുന്നത്. അതിൽ പ്രധാനമായും ഈ യൂട്യൂബ് ചാനൽ വഴി പലപ്പോഴും ഈ അർജുനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നൽകുമ്പോൾ അത് ഈ മനാഫിന്റെ ഒരു സ്വകാര്യ പ്രസിദ്ധിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ യൂട്യൂബിന്റെ വരിക്കാരെ കൂട്ടുകയും അതിലൂടെ ധനസമ്പാദനമായിരുന്നു മാർഗമെന്നും കുടുംബം തെറ്റിദ്ധരിച്ചു എന്ന് നമുക്ക് തോന്നുന്നു. കാരണം മനാഫ് തന്നെ അങ്ങനെയാണ് പറഞ്ഞത്. ഇതിൽ നിന്നും യാതൊരു രൂപ വരുമാനവും തനിക്ക് ലഭിക്കുന്നില്ല. ഒപ്പം വലിയ പ്രായോഗിക പരിജ്ഞാനമൊന്നും ഇല്ലാതെ ചില മാധ്യമപ്രവർത്തകരുടെയൊക്കെ സഹായത്തോടെയാണ് യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക പോലും ചെയ്തത്. രാവിലെ മുതൽ ആളുകൾ ഈ അർജുന്റെ തെരച്ചിലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുന്നതിനായി നൂറുകണക്കിന് ഫോൺ കോളുകൾ രാജ്യത്തിനകത്തും പുറത്തുനിന്നും ഒക്കെയായി ലഭിക്കുമ്പോൾ എല്ലാവരോടും മറുപടി പറയുന്നതിനോട് എല്ലാവർക്കും ഫോണുകൾ അറ്റൻഡ് ചെയ്യുന്നതിന് സമയം കിട്ടില്ല. കാരണം അതിന് പോയാൽ അതിന് മാത്രമേ സമയം കാണൂ എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. അതുകൊണ്ട് വിവരങ്ങൾ ഒരേ സമയം എല്ലാവരിലേക്കും എത്തിക്കുക എന്നൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. മറ്റൊന്ന്, മാധ്യമങ്ങൾ ഒരു സമയത്ത് ഈ വയനാട് ദുരന്തവും മറ്റുമൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ ആ ശിരൂരിലേക്കുള്ള ഒരു ശ്രദ്ധ കുറച്ച് സമയമുണ്ടായിരുന്നു. ആ സമയത്ത് വിവരങ്ങൾ പുറത്തേക്ക് എത്തിക്കാനും മാധ്യമങ്ങൾക്ക് പോലും വിവരങ്ങൾ കൈമാറാനും ഒക്കെ കൂടിയാണ് ഈ യൂട്യൂബ് പേജ് തുടങ്ങിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ മറ്റൊരു തരത്തിലും അർജുനെ അപകീർത്തിപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യവും, അല്ലെങ്കിൽ അർജുൻ വഴി പണം സമ്പാദിക്കണമെന്ന ഒരു ലക്ഷ്യവും, അർജുന്റെ കുടുംബത്തിന്റെ വൈകാരികത വിറ്റ് കാശാക്കണമെന്ന ഒരു ലക്ഷ്യവും തനിക്കുണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്തായാലും 9,000 സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് ഈ അർജുന്റെ. തീർച്ചയായും അത് നമുക്കും ബോധ്യമായ കാര്യമാണ് അനീഷ്. പക്ഷെ അങ്ങനെയെങ്കിലും ആരായിരിക്കാം ഈ അർജുന്റെ കുടുംബത്തെ ഇങ്ങനെ ഈ മനാഫിനെ എതിരെ ഇങ്ങനൊരു ആരോപണവുമായി രംഗത്തെത്താനും വാർത്താ സമ്മേളനം വിളിക്കാനും ഒക്കെ അതിന് പിന്നില് മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു? അതിന് പിന്നിൽ ഒരു നിഗൂഢ ശക്തി ഉണ്ട് എന്ന് സംശയിക്കേണ്ടതുണ്ടോ? അതോ കുടുംബത്തിന്റെ തെറ്റിദ്ധാരണ മാത്രമാണോ ഇത്തരമൊരു ആരോപണവുമായി രംഗത്തെത്താനുള്ള കാരണം?
അങ്ങനൊരു മറ്റു എന്തെങ്കിലും ഘടകങ്ങളുണ്ടോ എന്നതിനെ കുറിച്ച് നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. പക്ഷേ ഈ മനാഫിനെ തെറ്റിദ്ധരിക്കാൻ പര്യാപ്തമായ എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അത് മനാഫ് തന്നെ പറഞ്ഞിരുന്നു. ഒന്ന്, ഈ യൂട്യൂബ് ചാനൽ ഇത്തരത്തിൽ ഓരോ ദിവസവും ഓരോ വീഡിയോയുമായി ഇറക്കുമ്പോൾ അതൊരു ആഘോഷമാക്കി മനാഫ് മാറ്റുന്നു എന്നൊരു സംശയം ആ കുടുംബത്തിനുണ്ടാകുന്നു. ഒപ്പം മറ്റു ചില യൂട്യൂബ് ചാനലുകളിലും അദ്ദേഹം അഭിമുഖങ്ങൾ നൽകുന്നു, അർജുനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നു. പ്രത്യേകിച്ചും ആ ബൈക്കുമായി ബന്ധപ്പെട്ട വിവരം പറയുമ്പോൾ അർജുൻ നന്നാക്കാനായി ഏൽപ്പിച്ച ബൈക്ക് മനാഫിന്റെ വീട്ടിലിരിക്കുന്നു, അത് അർജുന്റെ ബൈക്കാണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അർജുന്റെ വീട്ടിലിരിക്കേണ്ട ബൈക്ക് മനാഫിന്റെ വീട്ടിലിരിക്കുമ്പോൾ അത് വേറൊരു വൈകാരിക ബന്ധം എന്നൊക്കെയുള്ള രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. അത് മനാഫും പറയുന്നത് അർജുന്റെ ബൈക്ക് ഇവിടെ ഇരിക്കുന്നു എന്ന് മാത്രമേ ഞാൻ ആ യൂട്യൂബ് ചാനലിനോട് ഉദ്ദേശിച്ചുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ അത് ഈ കുടുംബാംഗങ്ങൾക്ക് ഏർപ്പെടുത്തുന്ന മുറിവ് വളരെ വലുതാണ്. ഒപ്പം അർജുന്റെ ശമ്പളവുമായി ബന്ധപ്പെട്ട കാര്യം വരുമ്പോൾ 75,000 രൂപ അർജുന് ശമ്പളമായി നൽകിയിരുന്നു എന്നാണ് മനാഫ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. പക്ഷെ കുടുംബം പറയുന്നു അത്തരമൊരു ശമ്പളം ലഭിക്കുന്നില്ല എന്ന്. കാരണം 75,000 രൂപ പ്രതിമാസം ശമ്പളം ലഭിക്കുന്ന ആൾ കുറച്ചുകൂടി കാര്യമായി ജീവിക്കേണ്ടതാണ്, കുടുംബത്തിൽ അതിനൊക്കെ കാര്യങ്ങളൊക്കെ കാണേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ അതും ആ കുടുംബത്തിന് പൂർണ്ണമായും തെറ്റിദ്ധാരണ ഉണ്ടാവാൻ ഇടയുള്ള സാഹചര്യമാണ്. മനാഫിന്റെ ഭാഗത്തുനിന്നും അക്കാര്യത്തിന് വിശദീകരണം നൽകിയത് ശമ്പളം എന്ന രീതിയിലല്ല, ബത്ത എന്ന രീതിയിൽ, അതായത് ദൂരെയൊക്കെയാണ് ഓട്ടത്തിന് പോകുന്നത്, അങ്ങനെ ഓട്ടം പോകുമ്പോൾ ബത്ത എന്ന രീതിയിലാണ് 75,000 രൂപ നൽകിയത്. ഒപ്പം ഇൻഷുറൻസിന്റെ കേസൊക്കെ നടക്കുമ്പോൾ നിലവിൽ ഈ 32ാമത്തെ വയസ്സിൽ 75,000 രൂപ ശമ്പളം വാങ്ങുന്ന ഒരാളാണെങ്കിൽ അത് വിരമിക്കുന്ന കാലത്തേക്ക് എത്ര ശമ്പളം വരും എന്നൊക്കെ കണക്ക് കൂട്ടുമ്പോൾ വലിയൊരു തുക ആ അർജുന്റെ കുടുംബത്തിന് ഒരു ഇൻഷുറൻസ് തുകയായി കിട്ടുമല്ലോ. അങ്ങനെ ഒരു കണക്കൂട്ടിലൊക്കെയാണ് താൻ 75 എന്ന് പറയുന്നത്. അക്കാര്യത്തിലും തെറ്റിദ്ധാരണ ഉണ്ടായാൽ മാപ്പ് പറഞ്ഞു പറഞ്ഞു. അവിടെയും കുടുംബത്തിന് ഒരുപക്ഷെ തെറ്റിദ്ധാരണ ഉണ്ടായി കാണും. കാരണം 10-30,000 രൂപ ശമ്പളം ലഭിക്കുമ്പോൾ 75,000 രൂപ ശമ്പളം ഉണ്ടെന്ന് ലോറി ഉടമ പറയുന്നത് അത് ദുരുദ്ദേശപരമാണ് എന്ന് അവർ വിചാരിച്ചു കാണും. മറ്റൊന്ന്, ഈ മുക്കത്തൊരു സംഘടന ഈ മനാഫിനെ സ്വീകരിക്കാനായി വിളിച്ചിരുന്നു. അപ്പോൾ കുറച്ച് പണം നൽകുമെന്ന് പറഞ്ഞിരുന്നു. ആ പണം എന്നാൽ തനിക്ക് വേണ്ട, അത് അർജുന്റെ കുടുംബത്തിന് കൈമാറുക എന്ന ലക്ഷ്യമായിരുന്നു തനിക്കുണ്ടായിരുന്നുവെന്നും അർജുന്റെ മകന്റെ അക്കൗണ്ട് നമ്പർ താൻ ചോദിച്ചിരുന്നുവെന്നും പറയുന്നു. ഒരുപക്ഷെ ന്യായമായും ആ കുടുംബം ആലോചിച്ചു കാണും. ഇങ്ങനെ അക്കൗണ്ട് നമ്പറൊക്കെ ചോദിക്കുമ്പോൾ പുറത്ത് പണപ്പിരിവ് നടത്തുകയും ആ പണം തങ്ങളിലേക്ക് ഇടുകയും ഒരു പരിധിവരെ കുറച്ച് പണം മനാഫ് എടുക്കുകയും ചെയ്തു നോക്കുക ആ കുടുംബം തെറ്റിദ്ധരിച്ചു കാണും. അങ്ങനെ ഈ പലപ്പോഴും തെറ്റിദ്ധരിക്കാൻ ഇടയുള്ള ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് സത്യം. ഇരുവരും തമ്മിൽ കൃത്യമായ ഒരു ആശയവിനിമയം നടക്കാതെ വന്നതാണ് താൻ എന്താണ് മനസ്സിൽ ഉദ്ദേശിച്ചതെന്ന് അവരെ മനസ്സിലാക്കാൻ മനാഫിന് കഴിയാതെ വന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇരു വിഭാഗവും തമ്മിൽ ഒരു ധാരണ ആവേണ്ട സമയം ആയിട്ടുമുണ്ട്. പക്ഷേ ഒത്തുതീർപ്പുള്ള ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുന്നുവെന്ന് മനാഫ് പറയുമ്പോഴും കുടുംബം എത്തരത്തിൽ ഇക്കാര്യത്തോട് പ്രതികരിക്കുന്നു എന്ന് നമുക്ക് ഇനിയും വ്യക്തമല്ലാതാനും. പക്ഷേ തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയുണ്ടായ സാഹചര്യങ്ങളിലാണ് അവർ ഇത്തരം ഒരു വാർത്താ സമ്മേളനം അതിവൈകാരികമായി നടത്തേണ്ടി വന്നത്. കാരണം 62 ദിവസത്തോളം ലോറിക്കുള്ളിൽ തന്നെ കിടന്ന് മരവിച്ച ഒരു മൃതദേഹം നാട്ടിലെത്തിക്കുമ്പോൾ അവരുടെ ആ സഹോദരനെ, അവരുടെ മകനെ ഒരാൾ വൈകാരികത വിറ്റ് കാശാക്കുന്നു, അല്ലെങ്കിൽ അയാൾ അത് വെച്ച് മുതലെടുക്കുന്നു, അയാൾ അത് വെച്ച് പണപ്പിരിവ് നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ ഏത് കുടുംബത്തിനും ഒരുപക്ഷെ സമനില തെറ്റിപ്പോകാവുന്ന അങ്ങേയറ്റം ദുരഭിമാനം അല്ലെങ്കിൽ അഭിമാനബോധം ഉണ്ടാകാവുന്ന സാഹചര്യമാണ്. കാരണം ആളുകളോട് 5-10 രൂപ ശേഖരിക്കാൻ പറയുക, 1000-2000 ഒക്കെ ശേഖരിക്കാൻ പറയുക എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ശരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനബോധത്തെ ക്ഷതം ഏൽക്കുന്ന കാര്യമാണ്. പക്ഷെ അത്തരത്തിലൊരു നീക്കം തൻ്റെ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മനാഫ് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ പരസ്പരം ഒന്ന് സംസാരിച്ചെങ്കിൽ തീർന്നതിനെ. പക്ഷേ ഈ കുടുംബം നടത്തിയ ആശയവിനിമയങ്ങളോട് പൂർണ്ണമായും അതേ അർത്ഥത്തിൽ മനാഫ് പ്രതികരിച്ചില്ല എന്ന് കുടുംബം പറയുന്നു. എന്നാൽ കുടുംബം നിരന്തരം ഓരോരോ കാര്യങ്ങളായി മുന്നോട്ട് വരുന്ന സാഹചര്യത്തിലാണ് താൻ കാര്യമായ ഒരു പ്രതികരണം തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാഞ്ഞതെന്ന് മനാഫും പറയുന്നു. അങ്ങനെ പേരുടെ ഭാഗത്തും ന്യായങ്ങളുണ്ട്, രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്, രണ്ടുപേരുടെ ഭാഗത്തു നിന്നും തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയെങ്കിലും ആ തെറ്റിദ്ധാരണകളും ആശയഭിന്നതകളും ഒക്കെ മാറ്റി സാധാരണ ജീവിതത്തിലേക്ക് രണ്ട് കുടുംബങ്ങളും മടങ്ങണമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ ഉള്ളത് കേട്ടോ. യെസ്, വ്യക്തമാണ്. MS അനീഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ തെറ്റിദ്ധാരണയൊക്കെ മാറ്റി വളരെ സ്നേഹത്തോടെ മുന്നോട്ട് പോവുക. കാരണം ഈ അർജുന് വേണ്ടി ദിവസങ്ങളോളം തൻ്റെ ജീവിതവും കുടുംബത്തെയൊക്കെ മാറ്റിവെച്ച് മുന്നോട്ട് വന്ന ഒരു ലോറി ഉടമയാണ് മനാഫ്. പക്ഷേ ഈ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ സംഭവങ്ങളെ മറ്റ് പല രീതിയിൽ വർഗീയവൽക്കരിക്കാനൊക്കെ ഉള്ള ശ്രമങ്ങൾ ചില ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അത്തരം അപകടങ്ങളെയൊക്കെ നമ്മൾ തിരിച്ചറിയുകയാണ് വേണ്ടത്. ബലാത്സംഗ കേസ്